സാധാരണഗതിയിൽ കുട്ടികൾ ഏത് കാലഘട്ടത്തിലാണ് അവരുടെ പാരൻസിൽ നിന്ന് അകന്നു തുടങ്ങുന്നത്? ആക്ച്വലി അതൊരു അകന്നു തുടങ്ങുന്ന പറയാൻ പറ്റില്ല. അത് കുട്ടികൾ വലുതാവും തോറും അവരുടെ ലോകം വികസിക്കുകയല്ലേ. സോ അവരുടെ ഇൻട്രസ്റ്റ് മാറുകയാണ്. സോ അതിനനുസരിച്ച് അവർ പുതിയ പുതിയ ആൾക്കാരെ കാണുന്നു, അവരുടെ ഇൻട്രസ്റ്റിനുള്ള ആൾക്കാരായിട്ട് കൂടുതൽ ഇടപെടുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ എന്നാലും അകന്ന് തുടങ്ങുന്ന റീസൺസും ഉണ്ട്. നമുക്കത് ചോദിച്ച സ്ഥിതിക്ക് അതൊന്ന് പറയാം. നോർമലി കുട്ടികൾ അകന്നു തുടങ്ങുന്നത് ടീനേജ് മുതലാണ്. പക്ഷേ അതിന് മുമ്പും ഉണ്ട്. അതെപ്പോഴാണെന്ന് വെച്ചാൽ ഈ ജോലിക്കും പൈസയ്ക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ചില പാരൻസ് ഉണ്ടാവും അല്ലേ. എല്ലാം ജോലിയാണ്, അല്ലെങ്കിൽ മാക്സിമം പൈസ ഉണ്ടാക്കണം നോക്കണം. ഇനി അതുമല്ലാതെ മറ്റൊരു കൂട്ടരെന്ന് പറഞ്ഞാൽ ഈ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളുള്ള പാരൻസ് ഉണ്ട്. അത് അപ്പോൾ അവർക്ക് കുട്ടികളെ നോക്കാൻ നേരില്ല. സോ ഈ സമയത്തൊക്കെ കുട്ടികൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് എന്നല്ല, അവർ നിസ്സഹായരാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. കാരണം അവർ ആ കുടുംബത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അവരെ സ്നേഹിക്കാൻ ആളില്ല, അവരെ കേൾക്കാൻ ആളില്ല. സോ ആ സമയത്ത് അവരങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. പക്ഷേ അവർക്കൊരു ചാൻസ് കിട്ടുന്നത് സ്കൂളിൽ പോയി തുടങ്ങുമ്പോഴാണ്. അവിടെ അവരുടെ പുതിയ കുട്ടികളെ കിട്ടുന്നു, പുതിയ കൂട്ടുകാരെ കിട്ടുന്നു, അവരെ മനസ്സിലാക്കുന്ന, അവരെ സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരെയും അതല്ലെങ്കിൽ അധ്യാപകരെ കിട്ടുമ്പോൾ നോർമലി അവരുടെ ഒരു ചായ്വ് അങ്ങോട്ടായിരിക്കും. അതാണ് ഒരു 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 എന്താ പറയുക, അകന്ന് തുടങ്ങേണ്ട ഒരു കാരണം. പിന്നെ പറയുന്നത് നോർമലി വരികയാണെങ്കിൽ ടീനേജാണ്. ടീനേജ് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് അതൊരു പ്രത്യേക കാലഘട്ടമാണ്. ഒരു കുട്ടികളുടെ ഒരു സ്റ്റേജിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാലഘട്ടമാണ്. അതിൻ്റെ പ്രത്യേകത നമ്മളൊന്ന് അറിയണം, പ്രത്യേകിച്ചും പാരൻസ്. കാരണം അവരുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ചേഞ്ചസ് വരുന്ന സമയമാണ്. കാരണം സ്വന്തം ഒരു ഇൻഡിവിജ്വേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. എന്ന് വെച്ചാൽ അതുവരെ അച്ഛൻ്റെ അമ്മയുടെ മകൾ എന്ന് ചിന്തിച്ചിരുന്ന ഒരു കുട്ടി താനൊരു വേറൊരു വ്യക്തിയാണ്, സ്വന്തം വ്യക്തിത്വമുണ്ട് എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ സ്വന്തം അഭിപ്രായം പറയാൻ തുടങ്ങും. സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള ആങ്സൈറ്റി കൂടുതലായിരിക്കും. അതുമല്ല എല്ലാത്തിനെയും കുറിച്ച് പെട്ടെന്ന് ഇമോഷൻസ് കൂടും, റിയാക്ഷൻ കൂടും, പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പേരൻസ് ഇതൊക്കെ വളരെ പെട്ടെന്നായിരിക്കും ആ ഒരു സ്റ്റേജിൽ വരുന്നത്. ഇതൊക്കെ കാണുന്ന പേരൻസ് എന്താ വിചാരിക്കുന്നത്, ഇത്ര നാളും എൻ്റെ മകൻ, ഞാൻ പറഞ്ഞു കേട്ടുകൊണ്ടിരുന്ന എൻ്റെ മകൻ അല്ല എൻ്റെ മകൾ എന്ത് ചെയ്യുന്നു, എന്നോട് പ്രതികരിക്കാൻ തുടങ്ങുന്നു, തർക്കുത്തരം പറയാൻ തുടങ്ങുന്നു, പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്നു. ഇതൊന്നും പേരൻസിന് സഹിക്കൂല. കാരണം അവർ പണ്ടത്തെ കാലത്ത് കുഴപ്പമില്ല, ഒരു 8-10 പിള്ളേരുണ്ടായിരുന്നു. പക്ഷെ അന്ന് അവരത്രയും ഒരു ഇതിനെക്കുറിച്ച് ബോധമിടല്ല. ഇന്ന് 1 അല്ലെങ്കിൽ മാക്സിമം 2 ഇത്രയേ ഉള്ളൂ കുട്ടികൾ. സോ അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റേഷൻ കൂടുതലാണ് പാരൻസിന്. അപ്പോൾ ഇവർ നോർമലി പാരൻസ് പറയുന്ന ഒരു ക്ലീഷ ഡയലോഗ് ഉണ്ട്, എന്താണെന്നറിയോ, നിന്നേക്കാളും കുറേ ഓണം കൂടുതലുണ്ടാ ഞാനാണ്. അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ കേട്ടാൽ മതി. പിന്നെ കുറേ ഉപദേശങ്ങളും. ഈ ടീനേജിൽ ഏറ്റവും കൂടുതലും അവർ വെറുക്കുന്ന ഒരു കാര്യം ഉപദേശമാണ്. സോ ഇവരെ തന്നെയായിട്ട് കാണുന്ന, ഇവരെ ഉപദേശിക്കാതെ ഇവരായിട്ട് തന്നെ കാണുന്ന ഒരു കൂട്ടരാണ് ഈ സമയത്തുള്ളൂ, ഫ്രണ്ട്സാണ്. അതുകൊണ്ടാണ് ടീനേജേഴ്സിന് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് വിലമതിക്കുന്നവർ. സോ അവരായിട്ട് കണ്ടാൽ മതി പാരൻസ്. സോ അപ്പോൾ ഈ ഒരു അകൽച്ച ഉണ്ടാവില്ല. ഒരു എന്തും തുറന്ന് പറയാനുള്ള സാഹചര്യം ഒരു ഫ്രണ്ടായിട്ട് നിന്നാൽ തന്നെ ഈ സമയത്ത് ഒരു അകൽച്ച, സ്പേസ് പ്രൊവൈഡ് ചെയ്യാം. തീർച്ചയായിട്ടും.